ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്കാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ, സേഫായിട്ടിരിക്കുക. ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് കാഡ കാപ്പി എന്നാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് പട്ടയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഇഞ്ച് ചുക്ക് എടുത്തിട്ടുണ്ട്. 8 ഏലക്ക, 8 ഗ്രാമ്പു. അതുപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുതിന ഉണങ്ങി പൊടിച്ചത് 1 ടീസ്പൂണാണ്. അതുപോലെ തന്നെ തുളസി ഉണങ്ങി പൊടിച്ചത്, അതായത് രാമതുളസി ഉണങ്ങി പൊടിച്ചത് 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉണക്കമുന്തിരിയാണ്. കറുത്ത ഉണക്കമുന്തിരിയാണ് ഒന്നുകൂടെ നല്ലത്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മധുരം വേണമെന്നുള്ളവർക്ക് 3-4 ടേബിൾ സ്പൂൺ മധുരം ചേർത്ത് കൊടുക്കാം. 4 കപ്പ് കാപ്പിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ കുരുമുളക്, പട്ട, ചുക്ക്, ഏലക്ക, ഗ്രാമ്പു ഇത്രയൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കല്ലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക്, പട്ട, ചുക്ക്, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഫൈൻ പൗഡറായിട്ടൊന്നും ചതച്ചെടുക്കണമെന്നില്ല കേട്ടോ. ഒന്ന് ചതച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഏകദേശം ഞാനിതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറൊന്നും ആക്കിയിട്ട് ചതച്ചിട്ടില്ല. ഇനി നമുക്ക് അടുപ്പത്തേക്ക് 4 കപ്പ് വെള്ളം വെച്ച് കൊടുക്കാം. നമ്മളിവിടെ 4 കപ്പ് കാപ്പിയാണ് തയ്യാറാക്കുന്നത്, കാട കാപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉണങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന പുതിന ഇലയും തുളസി ഇലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉണങ്ങിയെടുത്ത് വെച്ചിരുന്ന തുളസി ഇലയും പുതിന ഇലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിള വന്നോട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഉണക്കമുന്തിരിയും ശർക്കരയും ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഓപ്ഷണലാണ്, വേണമെന്നില്ല. ശർക്കര ഇല്ലാതെയും ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുട്ടികൾക്ക് കൂടെ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ് ശർക്കര ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം അരിച്ച് നമുക്കിത് കുടിക്കാവുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലയും തുളസിയിലയും ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന അളവ് കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്ക് തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ